നമസ്കാരം. നമുക്കിന്ന് കായംകുളത്തെക്കുറിച്ച് സംസാരിക്കാം. എന്താണ് അവിടുത്തെ രാഷ്ട്രീയത്തിന്റെ ഗതി നിർണ്ണയിക്കുന്നത്? ഇത് വെറും തിരഞ്ഞെടുപ്പ് ദിവസത്തെ കണക്കുകളല്ല, അതിലും ആഴത്തിലുള്ള ഒരു വിശകലനമാണ്. ഈ നാടിന്റെ സാമൂഹിക സാമ്പത്തിക ഘടന എങ്ങനെയാണ് ഇവിടത്തെ ഭരണത്തെ രൂപപ്പെടുത്തുന്നത് എന്ന് നമുക്ക് വസ്തുതകളെ മാത്രം അടിസ്ഥാനമാക്കി മനസ്സിലാക്കാൻ ശ്രമിക്കാം. ഏതൊരു മണ്ഡലത്തെ മനസ്സിലാക്കാനും നമ്മൾ തുടങ്ങേണ്ടത് ആ മണ്ണിൽ നിന്ന് തന്നെയാണ്. കായംകുളം കേരളത്തിന്റെ തീരദേശവും ഇടനാടും ഒരുപോലെ ചേർന്നൊഴുകുന്നൊരു പ്രദേശം. ഇവിടത്തെ കായലും കടലും കൃഷിയിടങ്ങളുമൊക്കെ വെറും ഭൂപ്രകൃതിയല്ല, അത് അവിടത്തെ ഓരോ മനുഷ്യന്റെയും ജീവിതമാണ്, അവരുടെ സംസ്കാരമാണ്, അതുതന്നെയാണ് അവരുടെ രാഷ്ട്രീയവും. അപ്പോ താഴെത്തട്ടിലിറങ്ങി ജനങ്ങളോട് സംസാരിക്കുമ്പോൾ ചില ചോദ്യങ്ങൾ വീണ്ടും വീണ്ടും ഉയർന്നുവരും. അതിൽ ആദ്യത്തേത് വളരെ അടിസ്ഥാനപരമായ ഒന്നാണ്. രാവിലെ ടാപ്പ് തുറക്കുമ്പോൾ വെള്ളമില്ലെങ്കിൽ എന്തു ചെയ്യും? ഇതൊരു ഭരണപരമായ വീഴ്ച മാത്രമല്ല, ഒരു കുടുംബത്തിന്റെ ഒരു ദിവസത്തെ മുഴുവൻ താളം തെറ്റിക്കുന്ന ഒരു പ്രതിസന്ധിയാണ്. ശുദ്ധജലം ഒരു വാഗ്ദാനമല്ല, അതൊരു അവകാശമാണ്. രണ്ടാമത്തെ ചോദ്യം അത് യുവതലമുറയെക്കുറിച്ചാണ്. കഷ്ടപ്പെട്ട് പഠിച്ച് ഒരു ബിരുദം നേടിയ ചെറുപ്പക്കാരന് അല്ലെങ്കിൽ ഒരു യുവതിക്ക് സ്വന്തം നാട്ടിൽ ഒരു നല്ല ജോലി കിട്ടുമോ? ഒരു നാടിന്റെ സാമ്പത്തിക ഭാവിയും യുവാക്കളുടെ സ്വപ്നങ്ങളും മുഴുവൻ ഈ ഒരൊറ്റ ചോദ്യത്തിലുണ്ട്. ഇത് തൊഴിലില്ലായ്മയുടെ കണക്കല്ല, പ്രതീക്ഷയുടെ അളവുകോലാണ്. ഇനി മൂന്നാമത്തെ ചോദ്യം, ഇത് ഓരോ അച്ഛനമ്മമാരുടെയും നെഞ്ചിലെത്തിയാണ്. നമ്മുടെ കുഞ്ഞുങ്ങളെ സ്കൂളിലേക്ക് അയക്കാൻ മാത്രം സുരക്ഷിതമായ ഒരു റോഡ് ഇവിടെയുണ്ടോ? പൊട്ടിപ്പൊളിഞ്ഞ റോഡുകളെന്ന് പറയുന്നത് വെറും ഒരു അസൗകര്യമല്ല, അത് വികസനത്തിന്റെ സുരക്ഷയുടെ അടയാളമാണ്. ഈ ചോദ്യങ്ങളൊന്നും വെറും മുദ്രാവാക്യങ്ങളല്ല, ഇത് ഭരണത്തിന്റെ ഒരു പ്രോഗ്രസ് റിപ്പോർട്ടാണ്. ശരി, അപ്പോ ഈ പ്രശ്നങ്ങളെ നമുക്ക് എങ്ങനെയാണ് ഘട്ടം ഘട്ടമായി മനസ്സിലാക്കാൻ കഴിയുക? അതിനൊരു വഴിയുണ്ട്. ആദ്യം നമുക്ക് ജനങ്ങളുടെ മനസ്സറിയാം. പിന്നെ 2021 തെരഞ്ഞെടുപ്പ് കണക്കുകൾ യഥാർത്ഥത്തിൽ എന്താണ് നമ്മളോട് പറയുന്നതെന്ന് നോക്കാം. അതിനുശേഷം നിലവിലെ ഭരണ സംവിധാനത്തിന്റെ പ്രകടനം എങ്ങനെയാണെന്ന് വിലയിരുത്താം. പിന്നെ വോട്ടർമാരുടെ ചിന്തകൾ എങ്ങനെ മാറുന്നു എന്ന് പഠിക്കാം. ഇതെല്ലാം വെച്ചുകൊണ്ട് നല്ലൊരു ഭരണത്തിനുള്ള ഒരു രൂപരേഖ തയ്യാറാക്കണം. അവസാനം സുസ്ഥിരമായ ഒരു ഭാവിക്കുള്ള വഴി എന്താണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ആദ്യത്തെ ഭാഗം, ജനങ്ങളുടെ സ്പന്ദനം. ഈ നാടിനെയും ഇവിടുത്തെ ജീവിത സാഹചര്യങ്ങളെയും നമുക്ക് അടുത്തറിയാം. കായംകുളത്തിന്റെ രാഷ്ട്രീയ ചിത്രം മനസ്സിലാക്കാൻ ഈ നമ്പറുകൾ വളരെ പ്രധാനമാണ്. ഏകദേശം 2.42 ലക്ഷം ജനങ്ങൾ, ഒരു നഗരസഭയും 6 ഗ്രാമപഞ്ചായത്തുകളും. ജനസംഖ്യയുടെ ഘടന നോക്കൂ. 53% ഹിന്ദുക്കൾ, 39% മുസ്ലിങ്ങൾ, 7% ക്രിസ്ത്യാനികൾ. ഇത് വളരെ സങ്കീർണമായ ഒരു സാമൂഹിക ഘടനയാണ് ഉണ്ടാക്കുന്നത്. ഇനി സമ്പദ്വ്യവസ്ഥയോ? അത് പ്രധാനമായും 3 തൂണുകളിലാണ് നിൽക്കുന്നത്: ഗൾഫ് പണം, മത്സ്യബന്ധനം, പിന്നെ കൃഷി. ഇതിലേതെങ്കിലും ഒന്നിന് ഒരു ചെറിയ ഇളക്കം തട്ടിയാൽ മതി, അതിവിടുത്തെ ഓരോ കുടുംബത്തെയും ബാധിക്കും, സ്വാഭാവികമായും രാഷ്ട്രീയത്തെയും. ഈ പട്ടിക ഇതൊരു ഭരണാധികാരിക്ക് ഒരു റിപ്പോർട്ട് കാർഡാണ്, ഒരു എതിരാളിക്ക് അവസരങ്ങളുടെ ഒരു ഭൂപടവും. ഓരോ സ്ഥലത്തെയും പ്രശ്നങ്ങൾ വ്യത്യസ്തമാണ്. കായംകുളം ടൗണിൽ കുടിവെള്ളവും ട്രാഫിക്കുമാണ് പ്രശ്നമെങ്കിൽ, ഗ്രാമങ്ങളിലേക്ക് ചെല്ലുമ്പോൾ അത് പൊട്ടിപ്പൊളിഞ്ഞ റോഡുകളും കറണ്ട് പോക്കുമായി മാറുന്നു. തീരദേശത്ത് ജെട്ടിയുടെ നിർമ്മാണത്തിലെ കാലതാമസം, കർഷകർക്കാണെങ്കിൽ കാട്ടുപന്നിയുടെ ശല്യം. ഇതൊന്നും ഒറ്റപ്പെട്ട പ്രശ്നങ്ങളല്ല, ഇവയെല്ലാം ചേർന്നാണ് ജനവിധി എന്തായിരിക്കണമെന്ന് തീരുമാനിക്കുന്നത്. ശരി, നമുക്ക് അടുത്ത ഭാഗത്തേക്ക് കടക്കാം. 2021 ജനവിധി. ആ കണക്കുകൾ നമ്മളോട് എന്താണ് പറയുന്നത്? 6298. ഈ ഒരൊറ്റ സംഖ്യയാണ് 2021 കായംകുളത്തിന്റെ വിധി നിർണയിച്ചത്. 1,70,000-ൽ പരം വോട്ടർമാരുള്ള ഒരു മണ്ഡലത്തിൽ ഇത്രയും ചെറിയൊരു ഭൂരിപക്ഷം എന്താണ് സൂചിപ്പിക്കുന്നത്? ഒന്ന് മാത്രം, ഈ മണ്ഡലം ആരുടെയും കുത്തകയല്ല. ഇവിടെ കടുത്ത മത്സരമാണ് നടക്കുന്നത്. ഓരോ വോട്ടും നിർണായകമാണ്. ഇനി വോട്ട് വിഹിതം നോക്കൂ. LDFന് ഏതാണ്ട് 48%, UDFന് 44%. വ്യത്യാസം വെറും 4%. പക്ഷെ യഥാർത്ഥ കഥയിരിക്കുന്നത് മറ്റൊരിടത്താണ്. NDA പിടിച്ച 7.1% വോട്ട്. ഈ വോട്ടുകളാണ് ഇവിടത്തെ സ്വിംഗ് ഫാക്ടർ, അതായത് അടുത്ത തിരഞ്ഞെടുപ്പിൽ വിജയപരാജയങ്ങൾ നിർണ്ണയിക്കാൻ കഴിവുള്ള വോട്ടുകൾ. ഈ 7% ആരവഗണിക്കുന്നുവോ അവർക്ക് കായംകുളത്ത് വിജയിക്കുക പ്രയാസമായിരിക്കും. ഇതാണ് ഒരു രാഷ്ട്രീയ തന്ത്രജ്ഞൻ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കുന്ന ഡേറ്റ. ശരിയാണ്, 2021 LDF വിജയിച്ചു. പക്ഷെ അതിന്റെ അടിയിൽ വേറൊരു കഥയുണ്ട്. 2016 അപേക്ഷിച്ച് UDFന്റെ വോട്ട് വിഹിതം 4% കൂടി. അതേസമയം LDFന് കൂടാനായത് വെറും 1.4% മാത്രം. ഇതിന്റെ അർത്ഥമെന്താണ്? വിജയിച്ചെങ്കിലും ഭരണപക്ഷത്തിനോടുള്ള ജനപിന്തുണയിൽ പതിയെ ഒരു ഇടിവ് സംഭവിക്കുന്നുണ്ട്. ഇത് ഭരണവിരുദ്ധ വികാരത്തിന്റെ വളരെ വ്യക്തമായൊരു സൂചനയാണ്. അപ്പോ ഇത് നമ്മളെ സ്വാഭാവികമായും അടുത്ത വിഷയത്തിലേക്ക് എത്തിക്കുന്നു. നിലവിലെ ഭരണത്തിന്റെ അവസ്ഥ എന്താണ്? അവരുടെ പ്രകടനവും അതിനെക്കുറിച്ചുള്ള ജനങ്ങളുടെ കാഴ്ചപ്പാടും.
നമുക്ക് നിലവിലെ ജനപ്രതിനിധിയുടെ അവസ്ഥയൊന്ന് വസ്തുനിഷ്ഠമായി പരിശോധിക്കാം. ഇത് വ്യക്തിപരമായ വിമർശനമല്ല, രാഷ്ട്രീയ സാഹചര്യത്തിന്റെ ഒരു വിലയിരുത്തൽ മാത്രം. ശക്തികൾ എന്തൊക്കെയാണ്? 2ാം തവണ MLA ആണ്, അത് അനുഭവപരിചയം നൽകുന്നു. താഴത്തട്ടിൽ ബന്ധങ്ങളുണ്ട്, ശക്തമായ പാർട്ടി കാഡർ ഒരു മുതൽക്കൂട്ട് തന്നെ. എന്നാൽ ദൗർബല്യങ്ങളുമുണ്ട്. അടിസ്ഥാന സൗകര്യ വികസനത്തിലെ മെല്ലെപ്പോക്ക് ജനങ്ങളിൽ വലിയ അതൃപ്തി ഉണ്ടാക്കുന്നുണ്ട്. ചില വിവാദങ്ങൾ അവരുടെ പ്രതിച്ഛായയെ ബാധിച്ചു. ചില പ്രധാന സമുദായങ്ങൾക്ക് വേണ്ടത്ര പരിഗണന കിട്ടുന്നില്ല എന്നൊരു തോന്നൽ ശക്തമാണ്. ഈ ദൗർബല്യങ്ങളാണ് പ്രതിപക്ഷത്തിന്റെ അവസരങ്ങൾ. ജനങ്ങളുടെ കാഴ്ചപ്പാടിൽ ഭരണം എങ്ങനെയുണ്ടെന്ന് നോക്കൂ. അടിസ്ഥാന സൗകര്യങ്ങളുടെ കാര്യത്തിൽ കിട്ടിയ മാർക്ക് വളരെ കുറവാണ്. ലോ, ഇത് നമ്മൾ ആദ്യം കേട്ട റോഡിന്റെയും വെള്ളത്തിന്റെയും പ്രശ്നങ്ങളുമായി നേരിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. ക്ഷേമപ്രവർത്തനങ്ങളിലും വിശ്വാസ്യതയിലും ഒരു മീഡിയം പ്രകടനം ഉണ്ടായേക്കാം. പക്ഷേ ദൈനംദിന ജീവിതത്തിലെ അടിസ്ഥാന ആവശ്യങ്ങൾ നിറവേറ്റാതെ വരുമ്പോൾ അതൊന്നും മതിയാവില്ല. അപ്പോൾ ഈ ഭരണപരമായ പോരായ്മകളും രാഷ്ട്രീയമായ ദൗർബല്യങ്ങളും വോട്ടർമാരുടെ മനസ്സിൽ എന്ത് മാറ്റങ്ങളാണുണ്ടാക്കുന്നത്? അതാണ് നമ്മൾ അടുത്തതായി പരിശോധിക്കാൻ പോകുന്നത്. കാരണം തെരഞ്ഞെടുപ്പുകൾ ജയിക്കുന്നത് കടലാസിലെ കണക്കുകൾ കൊണ്ടല്ല, ജനങ്ങളുടെ മാറുന്ന വികാരങ്ങൾ കൃത്യമായി മനസ്സിലാക്കുമ്പോഴാണ്. ഭരണപക്ഷത്തിന്റെ ഓരോ ദൗർബല്യവും പ്രതിപക്ഷത്തിന് ഓരോ അവസരമാണ്. എതിർ സ്ഥാനാർത്ഥിയായ അരിതാ ബാബുവിന് യുവത്വത്തിന്റെ ഒരു ഇമേജുണ്ട്. അത് പുതിയ വോട്ടർമാരെ ആകർഷിക്കാൻ സാധ്യതയുണ്ട്. NDAയുടെ ഭാഗമായ BDJS SNDP വോട്ടുകളിൽ ഒരു ഭാഗം തങ്ങളിലേക്ക് അടുപ്പിക്കാൻ കഴിഞ്ഞാൽ അതൊരു ഗെയിം ചേഞ്ചറാവും. ഭരണത്തിൽ അസംതൃപ്തരായ LDFിലെ മിതവാദികളും ഗൾഫിൽ നിന്ന് മടങ്ങിയെത്തിയ പ്രവാസികളും ഒരു മാറ്റം ആഗ്രഹിക്കുന്നുണ്ടാവാം. സ്ഥാനാർത്ഥി ഒരു തദ്ദേശീയാണ്, സ്വന്തമായൊരു ക്ഷീരസംഘം നടത്തുന്ന സാധാരണക്കാരിയാണ് എന്നതൊക്കെ താഴെത്തട്ടിൽ ബന്ധങ്ങൾ സ്ഥാപിക്കാൻ സഹായിക്കും. ജനങ്ങളുടെ ഈ അതൃപ്തിക്ക് പിന്നിൽ വളരെ ആഴത്തിലുള്ള ചില കാരണങ്ങളുണ്ട്. 1. ജാതി സമവാക്യങ്ങളിലെ മാറ്റം. പരമ്പരാഗതമായി ഒരു പക്ഷത്തു നിന്നിരുന്ന ഈഴവ സമുദായ വോട്ടുകൾ ഇപ്പോൾ അത്ര ഉറച്ചതല്ല. 2. വിലക്കയറ്റം. സാധാരണക്കാരന്റെ അടുക്കള ബജറ്റിനെ തകർക്കുന്ന ഈ വിലക്കയറ്റം ഒരു നിശബ്ദ പ്രചരണായുധമാണ്. 3. പ്രവാസികളുടെ പ്രതിസന്ധി. ഗൾഫിലെ തൊഴിൽ നഷ്ടം കായംകുളത്തെ ഒട്ടുമിക്ക വീടുകളിലും സാമ്പത്തിക സമ്മർദ്ദമുണ്ടാക്കുന്നു. 4. ഒരു മനോഭാവത്തിലെ വലിയ മാറ്റമാണ്. സൗജന്യങ്ങളും പെൻഷനുകളും മാത്രം പോരാ, സ്വന്തം കാലിൽ നിൽക്കാൻ സഹായിക്കുന്ന ഒരു ജോലിയാണ് ആളുകൾ ഇപ്പോൾ ആഗ്രഹിക്കുന്നത്. ഇതിനെ ഒരുതരം ക്ഷേമക്ഷീണം എന്ന് വിളിക്കാം. ഇവിടെയാണ് നമ്മളൊരു പ്രധാനപ്പെട്ട കാര്യം ഓർക്കേണ്ടത്. നമ്മുടെ ജനാധിപത്യ പ്രക്രിയയുടെ അടിത്തറ എന്ന് പറയുന്നത് ഓരോ വ്യക്തിയുടെയും അന്തസ്സും വസ്തുതകളുടെ അടിസ്ഥാനത്തിൽ അഭിപ്രായം പറയാനുള്ള അവകാശവുമാണ്. പൊതുപ്രവർത്തനം എന്നത് വെറും വാക്പോരുകളിൽ ജയിക്കലല്ല, മറിച്ച് വിയോജിപ്പുള്ളവരെ പോലും ബഹുമാനിക്കാനും ആരോഗ്യപരമായ ഒരു പൊതുചർച്ച സാധ്യമാക്കാനുമുള്ള ഒരു വേദിയാണ്. ശരി, നമ്മൾ പ്രശ്നങ്ങൾ തിരിച്ചറിഞ്ഞു. ഇനി പരിഹാരത്തെക്കുറിച്ച് സംസാരിക്കാം. 5ാം ഭാഗം, ഉത്തരവാദിത്വമുള്ളൊരു ഭരണത്തിനായുള്ള രൂപരേഖ. പ്രശ്നങ്ങൾ തിരിച്ചറിഞ്ഞാൽ മാത്രം പോരാ, അതിനൊരു പരിഹാരത്തിനുള്ള തന്ത്രം വേണം. ഇവിടെ ചതുർമുഖതന്ത്രം പ്രസക്തമാകുന്നു. 4 തൂണുകളിൽ ഉറപ്പിച്ച ഒരു പ്രവർത്തന പദ്ധതിയാണിത്. 1. ശിവൻ, അതായത് ആക്രമണോത്സുകത. ഭരണത്തിന്റെ വീഴ്ചകളെ, പ്രത്യേകിച്ച് തൊഴിലില്ലായ്മ, വിലക്കയറ്റം പോലുള്ള വിഷയങ്ങളിൽ ശക്തമായി തുറന്നുകാട്ടുക. 2. വിഷ്ണു, അതായത് സ്ഥിരത. തങ്ങൾക്ക് സ്ഥിരതയും അനുഭവസമ്പത്തുമുള്ളൊരു ഭരണം നൽകാൻ കഴിയുമെന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്തുക. 3. ബ്രഹ്മാവ്, അതായത് നവീനത. ടെക് പാർക്കുകൾ, ഹരിത സമ്പദ്വ്യവസ്ഥ പോലുള്ള പുതിയ ആശയങ്ങൾ മുന്നോട്ട് വയ്ക്കുക. 4. ദുർഗ, അതായത് സംരക്ഷണം. ന്യൂനപക്ഷങ്ങളുടെയും പാർശ്വവൽക്കരിക്കപ്പെട്ടവരുടെയും സംരക്ഷകർ തങ്ങളാണെന്ന് സ്ഥാപിക്കുക. ഈ 4 ഭാവങ്ങളും ശരിയായ രീതിയിൽ ഉപയോഗിക്കുമ്പോൾ അത് വിജയതന്ത്രമായി മാറും. വലിയ തന്ത്രങ്ങൾ മാത്രം പോരാ, ജനങ്ങൾക്ക് ഉടനടി ഫലം കിട്ടുന്ന ചില കാര്യങ്ങളും വേണം. അധികാരത്തിൽ വന്നാൽ ആദ്യ 100 ദിവസത്തിനുള്ളിൽ ചെയ്യാവുന്ന 3 കാര്യങ്ങൾ ശ്രദ്ധിക്കുക. 1. ഏറ്റവും രൂക്ഷമായ ജലക്ഷാമം നേരിടുന്ന വാർഡുകളിൽ കുടിവെള്ള പദ്ധതി ഉറപ്പാക്കുക. 2. ദേശീയപാത 66ന്റെ അറ്റകുറ്റപ്പണികൾ കേന്ദ്ര ഫണ്ട് ഉപയോഗിച്ച് വേഗത്തിലാക്കുക. 3. ഒരു വലിയ തൊഴിൽ മേള സംഘടിപ്പിക്കുക. ശ്രദ്ധിച്ചോ, നമ്മൾ ആദ്യം സംസാരിച്ച 3 അടിസ്ഥാന ചോദ്യങ്ങൾക്കുള്ള നേരിട്ടുള്ള മറുപടിയാണ് ഈ 3 വാഗ്ദാനങ്ങളും. അവസാന ഭാഗം, എങ്ങനെയാണ് സുസ്ഥിരമായ ഒരു ഭാവി കെട്ടിപ്പടുക്കുക, എങ്ങനെയാണ് ജനങ്ങളുടെ വിശ്വാസം നേടിയെടുക്കുകയും അത് നിലനിർത്തുകയും ചെയ്യുക. ഇന്നത്തെ കാലത്ത് വിശ്വാസം നിലനിർത്തുന്നതിൽ ഒരു ഭരണാധികാരിക്ക് മറ്റൊരു പ്രധാന കടമ കൂടിയുണ്ട്. അത് പൗരന്റെ സ്വകാര്യതയെ മാനിക്കുക എന്നതാണ്. ഇന്ത്യയുടെ പുതിയ ഡിജിറ്റൽ ഡാറ്റാ സംരക്ഷണ നിയമം അനുസരിച്ച് ജനങ്ങളുടെ വ്യക്തിഗത വിവരങ്ങൾ എന്താവശ്യത്തിനാണോ നമ്മൾ വാങ്ങുന്നത് അതിനുവേണ്ടി മാത്രം അവരുടെ വ്യക്തമായ സമ്മതത്തോടെ ഉപയോഗിക്കാൻ ഭരണാധികാരികൾക്ക് ബാധ്യതയുണ്ട്. ഇത് വെറുമൊരു നിയമമല്ല, ജനങ്ങളും ഭരണകൂടവും തമ്മിലുള്ള വിശ്വാസത്തിന്റെ പുതിയൊരു ഉടമ്പടിയാണ്. അപ്പോൾ കായംകുളം ഒരു തീരുമാനത്തിന്റെ വക്കിലാണ്.
നിലവിലെ ഭരണത്തിന്റെ തുടർച്ച നൽകുന്ന ഒരു സുരക്ഷിതത്വമാണോ അതോ മാറ്റം വാഗ്ദാനം ചെയ്യുന്ന ഒരു പുതിയ രൂപരേഖയിലാണോ അവർ വിശ്വസിക്കാൻ പോകുന്നത്? ഇതിന്റെ ഉത്തരം മുദ്രാവാക്യങ്ങളിലല്ല, ജനങ്ങളുടെ അടിസ്ഥാന പ്രശ്നങ്ങൾക്ക് ആര് കൃത്യമായ പരിഹാരം നൽകുന്നു എന്നതിലാണ്. യഥാർത്ഥ ഭരണം എന്നത് പ്രവൃത്തിയാണ്, വാക്കുകളല്ല. നിങ്ങൾ ജനങ്ങളെ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ഒരു നേതാവാകാനും നിങ്ങളുടെ നിയോജക മണ്ഡലത്തെ ഉയരങ്ങളിലെത്തിക്കാനും ആഗ്രഹിക്കുന്നുവെങ്കിൽ blueprintstrategies.ai യുമായി ബന്ധപ്പെടുക. ഇമെയിൽ mgr@blueprintstrategies.ai അല്ലെങ്കിൽ 080420416002 എന്ന നമ്പറിൽ വിളിക്കുക. രാഷ്ട്രീയത്തിനപ്പുറം ഒരു ലക്ഷ്യം.